വാർത്തയിലേക്ക്. അട്ടപ്പാടിയിൽ നിന്നും പുറം ജില്ലകളിലേക്ക് മണ്ണ് കടത്താൻ ശ്രമിക്കുന്നതിനിടെ 2 ടോറസ് ലോറികളും ഒരു മണ്ണുമാന്തി യന്ത്രവും പിടികൂടി. അട്ടപ്പാടിയിൽ നിന്നും പുറം ജില്ലകളിലേക്ക് മണ്ണ് കടത്താൻ ശ്രമിക്കുന്നതിനിടെ 2 ടോറസ് ലോറികളും ഒരു മണ്ണുമാന്തി യന്ത്രവും പിടികൂടി. അട്ടപ്പാടി കൽക്കണ്ടിയിലാണ് ടോറസ് ലോറിയിലേക്ക് മണ്ണ് കയറ്റുന്നതിനിടെ അട്ടപ്പാടി താലൂക്ക് തഹസിൽദാർ ഷാനവാസ് ഖാന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. വാഹനങ്ങൾ പിടികൂടി അകലെ പോലീസിലേക്ക് കൈമാറി. സ്ഥിരമായി അട്ടപ്പാടിയിൽ നിന്നും മറ്റു ജില്ലകളിലേക്ക് മണ്ണ് കടത്തുന്നുണ്ടെന്നും പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടുകൂടിയാണ് ഇത് നടക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. മണ്ണ് അട്ടപ്പാടിയിൽ നിന്നും വലിയൊരു ലോബി ഇവിടെ നിന്നും കൊള്ളയടിച്ച് തൃശ്ശൂരും ഈ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നാളുകളായിട്ട്. ഇത് സാധാരണക്കാരനൊരു വീട് വയ്ക്കാനുള്ളിടത്തു നിന്നല്ല, ഒരു ചെറിയ ഷട്ടർ റൂം പണിയുന്നിടത്തു നിന്നല്ല. ഇതിനൊന്നും കോൺഗ്രസ് പാർട്ടി എതിരല്ല. ചെറിയൊരു ലൈഫിന് ഒരു വീടിന് മണ്ണെടുക്കണമെങ്കിൽ എത്ര പ്രയാസപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇത് ഇവിടെ നിന്നെടുത്ത് ഇവിടെ ഇടുകയല്ല, മറിച്ച് പ്രളയവും ഈ കഴിഞ്ഞ 2019 ശേഷം ഈ കഴിഞ്ഞ നാളുകളിൽ വരെ ഇവിടെ പ്രളയമാണ്. കഴിഞ്ഞ ദിവസം മണ്ണെടുത്തപ്പോൾ ഞങ്ങൾ ഇതിനെ എതിർത്തു. അന്ന് പ്രളയത്തിൽ ഒരിടത്ത് ക്യാമ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ക്യാമ്പിൽ പ്രവേശിച്ച് അവർ ക്യാമ്പിൽ നിന്ന് പോകാത്ത സമയത്താണ് അന്ന് ഇതേ രീതിയിലുള്ള ഇതേ സംഘം ഇവിടെ നിന്നും മണ്ണെടുത്ത് തൃശ്ശൂർക്ക് കൊണ്ടുപോകുന്നത്. അന്ന് ഞങ്ങൾ ഇതിനെ എതിർത്തു. അന്ന് തൽക്കാലം നിർത്തിവെച്ചു. ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ ഇവിടെ നിന്നും മണ്ണെടുത്ത് താഴേക്ക് കൊണ്ടുപോകാൻ, തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് പറയാനായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും പറയുന്നു. വേണ്ട രേഖകളില്ലാതെയാണ് മണ്ണ് കടത്താൻ ശ്രമിച്ചതെന്ന് തഹസിൽദാർ പറഞ്ഞു.